ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ കയ്യിൽ നിന്ന് 100% നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഇന്ന സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ പാക്ക് ചെയ്ത് കൂടെ കൊണ്ടുപോകാനാണ് കേട്ടോ തീരുമാനിച്ചത്. എന്നാലും നമ്മൾ ഈ ഒരു ഷിഫ്റ്റിങ് ഏൽപ്പിച്ചേക്കുന്നത് പോർട്ടർ എന്ന് പറഞ്ഞ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിനെയാണ്. കുഴപ്പമില്ല, അവർ നല്ല പ്രൊഫഷണലായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു കുറേ കാർട്ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഓൾറെഡി കുറേ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലേറ്റർ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കിഡ്സിനെയൊക്കെ ഒന്ന് എൻഗേജഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. എന്തായാലും ഒരു 1 hourനുള്ളിൽ തന്നെ അവരെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കി വെച്ചെന്ന് പറഞ്ഞാലും ഷിഫ്റ്റിങ് കഴിഞ്ഞതുകൊണ്ട് ഇതുപോലെ എത്ര കുന്നിന് നമുക്ക് ഗാർബേജ് കിട്ടും. സോ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ലോറിയിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ലേറ്റർ അവർ ടാർപോളിങ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഇവർ വെച്ചേക്കുന്ന രീതിക്ക് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കേട്ടോ, ഭയങ്കര കോമ്പാക്റ്റായിട്ട് ഹൈലി പ്രൊഫഷണലായിട്ടാണ് അവരെല്ലാം ഈ സാധനങ്ങളും. നമ്മൾ ചെന്നൈയിലെ ലാസ്റ്റ് നൈറ്റാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് തന്നെയാണ് ഹൈദരാബാദിലോട്ട് മൂവ് ആവുന്നത്. റോഡ് ട്രിപ്പാണ്. അപ്പം നമ്മൾ ഹൈദരാബാദിൽ നിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി എന്ന് പറയുന്നത് ഒരു ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. കാരണം ആ ഒരു ഹൈദരാബാദ് ബിരിയാണിയുടെ ഒരു ഇമോഷൻ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയത് ഇവിടെ ചെന്നൈയിലുള്ള അണ്ണാനഗറിലെ മണീസ് ദം ബിരിയാണിയിൽ പോയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ഒന്നും കൂടെ ആ മണീസ് ദം ബിരിയാണിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഡിന്നർ അവിടെ നിന്നാണ് കഴിക്കുന്നത്. മണീസ് ദം ബിരിയാണി എന്തായാലും ലോങ് ഡ്രൈവിന് മുമ്പുള്ളൊരു റെസ്റ്റ് എടുപ്പാണ് കേട്ടോ ഇത്. കാരണം ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടില്ല. അപ്പം ഇവിടുന്ന് നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനം തന്നെയാണ് കഴിച്ചത്. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെന്തായാലും മിസ് ചെയ്യും. നമ്മൾ ചെന്നൈയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ മണീസ് ദം ബിരിയാണി. എന്തായാലും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് ചെന്നൈ ടാഡ നായിഡുപേട്ട നെല്ലൂർ ഓങ്കോൾ വഴി നൽകൊണ്ട ഹൈദരാബാദിലോട്ടാണ്. ലേറ്റ് നൈറ്റ് ജേർണി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നായിഡുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ സ്റ്റേ ചെയ്തത്. സോ അവിടെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഹോട്ടലൊക്കെ കുഴപ്പമില്ല, നല്ല ഹോട്ടലായിരുന്നു. ഒരു നൈറ്റിന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. സോ അഫോർഡബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ ആന്ധ്രാപ്രദേശിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം ഒരുപാട് നല്ല നല്ല റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റ്സ് ഈ പോണ വഴിക്കെല്ലാം ഉണ്ട്. സോ ഞങ്ങൾ കണ്ടൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അതൊരു വേറൊരു അനുഭവമായിരുന്നു കേട്ടോ. ഇത്ര ഫുൾ സൺലൈറ്റിൽ എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല ആന്ധ്ര സ്റ്റൈൽ ദോശയൊക്കെ ട്രൈ ചെയ്തു. കാരം ദോശ നല്ല എരിവുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നാലും യാത്രക്കിടയിൽ ഞങ്ങളൊന്ന് കരിക്ക് കുടിക്കാൻ കയറിയതാണ് കേട്ടോ. നല്ല കരിക്ക്, അത്ര മധുരമില്ല കേട്ടോ. നല്ല എനർജിയാണ് ഈ കരിക്ക് കുടിച്ച് കഴിഞ്ഞിട്ട്. എന്നാൽ എനിക്ക് കരിക്ക് വെള്ളത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിൻ്റെ അകത്തെ ആ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി. അപ്പം അധികം മധുരമുള്ളതും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് നല്ല പാകത്തിനുള്ള മധുരത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കരിക്ക്. ചെന്നൈ ഹൈദരാബാദ് ഹൈവേയിലെ നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു ഈവനിങ്ങോടെയാണ് കേട്ടോ ഓങ്കോള് എന്ന് പറഞ്ഞ സിറ്റിയിലെത്തിയത്. വലിയൊരു സിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒന്ന് ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബിരിയാണീസ് ആൻഡ് മോറിൽ കയറിയതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ താമസിച്ചപ്പോൾ ഈ ബിരിയാണീസ് ആൻഡ് മോറിലൊക്കെ പോകുമായിരുന്നു കേട്ടോ. ആ ഒരു എക്സ്പീരിയൻസിലൂടെ കയറിയതാണ്. നല്ല ബിരിയാണി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചെന്നൈ നെല്ലൂർ ഹൈദരാബാദ് റൂട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒന്ന് ഉറക്കം എണീറ്റ് വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ചേറെ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ പാടവും അതിൻ്റെ ബാക്കിലുള്ള മൗണ്ടനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ അവിടെ നിന്ന് അരളിപ്പൂ പറിക്കാൻ പോയ ആളാണ് കേട്ടോ ഈ തിരിച്ചു വരുന്നത്. ഇനി ഈ യാത്ര ഞങ്ങൾക്ക് വൈകാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്താണെന്ന് അറിയാം, അവിടെ ഷിഫ്റ്റിൻ്റെ ഇടയിൽ അവിടെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യണം. കാരണം കമ്പനി നല്ലതാണെങ്കിലും വർക്കേഴ്സ് കുറച്ച് കൂടായ്പുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം നമ്മുടെ ജേർണി കുറച്ച് ഡിലേ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു ഫിൽറ്റർ കോഫി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. നല്ല അടിപൊളി ഫിൽറ്റർ കോഫിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ കയറിയത് ആന്ധ്രാപ്രദേശിലെ പിടുകുറള എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
സോ അവിടെ ഞങ്ങൾ റോട്ടിയും സ്പെഷ്യൽ ആന്ധ്ര ചിക്കൻ കറിയും വാങ്ങിച്ചു. അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആന്ധ്ര ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം ടേസ്റ്റ് തന്നെയാണ്. സോ ഞങ്ങൾക്കതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോർഡർ പിന്നിട്ട് തെലങ്കാനയിലോട്ട് പ്രവേശിച്ചു കേട്ടോ. യാത്രയൊക്കെ വളരെ സ്മൂത്തായിരുന്നു, കാരണം നൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര ട്രാഫിക് ഉണ്ടായില്ല. എന്തായാലും രാത്രി ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ വളരെ സ്മൂത്തായിരുന്നു. എന്തായാലും ഞങ്ങൾ ലേറ്റ് നൈറ്റിലാണ് ഹൈദരാബാദ് എത്തിയത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം ശ്രീ.